Good morning, friends. Have a wonderful Tuesday. നമ്മൾ ശിവക്കേരയുടെ യു ക്യാൻ വിൻ എന്നുള്ള ബുക്കിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് റിഗാർഡിങ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ലെറ്റ് us all have very positive attitude. സെക്കൻഡ് ചാപ്റ്റർ അദ്ദേഹം പറയുന്നത് സക്സസിനെ കുറിച്ചാണ്. ഞാൻ എപ്പോഴും ആളോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് ഇസ് വെരി സിമ്പിൾ. എൻ്റെ ട്രെയിനിങ് പറയുന്നത് ദ സീക്രട്ട് ഓഫ് സക്സസ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് നോൺ ആസ് ആഹ. എന്നൂടി പറഞ്ഞേ, ആഹ. A stands for your attitudes, H stands for your happiness, and A stands for your action. ഇനി നമുക്ക് ശിവക്കേര എന്താ പറയുന്നത് നോക്കാം. ശിവക്കേര പറയുന്ന ആദ്യം ചോദിക്കുന്ന പോയിന്റ്, സക്സസ് ഈസ് ആക്സിഡൻ്റ് ആണ്. നമ്മൾ പറയില്ല അവൻ ഭയങ്കര ലക്കിയാണ്, അവൻ ജീവിതത്തിൽ വിജയിച്ചു, അവർ ഭയങ്കര അവൻ്റെ സമയം നല്ലതാണ്, അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം. അപ്പോൾ ഈ സക്സസ് എന്ന് പറഞ്ഞൊരു ആക്സിഡൻ്റ് ആണോ? പക്ഷേ ശിവക്കേര പറഞ്ഞത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ സക്സസ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. നമ്മൾ പോസിറ്റീവ് ആവാം, നമ്മുടെ ചോയ്സാണ്. സോ സക്സസ്ഫുൾ ആവണോ സക്സസ്ഫുൾ ആവേണ്ടതെന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ്സ് എ ചോയ്സ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് വെദർ യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഓർ നോട്ട്. ഇനി അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഒരു പ്രീസ്റ്റ്, ഒരു ഫാദർ, പള്ളിയിലെ ഫാദർ, അല്ലെങ്കിൽ പള്ളിയിലെ ഫാദർ കാർ ഓടിച്ച് പോവായിരുന്നു. കാർ ഓടിച്ച് പോണ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ നല്ലൊരു കൃഷിസ്ഥലം. അവിടെ ഒരു കൃഷിക്കാരൻ ട്രാക്ടറിൻ്റെ എടുത്ത് കൃഷി ചെയ്യുക. അത് കണ്ട ആരും കണ്ണു കളിപ്പോവും, അത്ര ബ്യൂട്ടിഫുൾ. എല്ലാ മരങ്ങൾ, ഫ്രൂട്ട്സ്, നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അച്ഛനവിടെ തന്നിട്ട് ആ ഫാർമറെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വളരെ ഭാഗ്യവാനാണ്, നിനക്ക് ദൈവം ഇത്ര നല്ലൊരു കൃഷിസ്ഥലം സമ്മാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ദൈവത്തിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കണം. അപ്പോൾ ഫാർമർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ശരിയാണ്, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ വിത്ത് ബ്യൂട്ടിഫുൾ ഫാം, ഇതേമാതിരി നല്ലൊരു ഫാം എനിക്ക് ദൈവം തന്നു, ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്, എനിക്ക് അതിനോട് ദൈവത്തിനോട് വളരെ നന്ദിയുണ്ട്. പക്ഷേ ഈ ഫാം കുറേ നാൾ മുമ്പ് വരെ ദൈവത്തിൻ്റേതായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിച്ചാണ്. പക്ഷെ ദൈവത്തിൻ്റേതായ സമയത്ത് ഫാദർ ഇതൊന്ന് കാണണമായിരുന്നു, ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ 2 വർഷത്തെ അധ്വാനം കൊണ്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ചില ആളുകൾ വിജയത്തിൻ്റെ പുറത്ത് വിജയിച്ചുകൊണ്ടിരിക്കും, സക്സസ് ആഫ്റ്റർ സക്സസ്. ചില ആളുകൾ എന്ത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുന്നില്ല. നമ്മുടെ വീട്ടിലായിട്ടുമ്പോൾ അമ്മയൊക്കെ പറഞ്ഞേക്കാം, അവൻ പാവം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവൻ രക്ഷപ്പെടുന്നില്ല, എന്താണെന്നറിയില്ല, കാലത്തോട്ട് വൈകുന്നേരം വരെ ഓടുന്നുണ്ട്, രക്ഷപ്പെടുന്നില്ല. ഞങ്ങൾ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഹൈവേ നോക്കുമ്പോൾ ചില നായ്ക്കളെ കാണാം, ഒരു ലോറി അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ ഓടും, അപ്പോഴേക്കും വേറെ ലോറി കിട്ടും, അപ്പോൾ ഇതിൻ്റെ പുറകെ ഓടും. കാലത്തോട്ട് വൈകുന്നേരം വരെ നായ ഭയങ്കര ബിസിയാണ്, പക്ഷേ നത്തിങ് ഈസ് ഹാപ്പനിങ്. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഘടകം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ സക്സസ്? അതിനും അദ്ദേഹം പറയുന്നത്, ഈ അൺകോമൺ ആളുകൾ, സാധാരണ ആളുകൾ, ദേ ഓൾവേസ് തിങ്ക് അബൌട്ട് സെക്യൂരിറ്റി. ജോലിക്ക് 20,000 ശമ്പളം കിട്ടുകയാണെങ്കിൽ പിന്നെ മാസം ശമ്പളം കിട്ടും, റിസ്ക് ഒന്നും എടുക്കണ്ടല്ലോ. ബട്ട് അൺകോമൺ പീപ്പിൾ, ദേ ഓൾവേസ് ലുക്ക് അറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് അടുത്ത അവസരം, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഏത് ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ പറ്റും, ഏതാണ് എത്തിക്കൽ ബിസിനസ്. അതായത് ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഇനി എന്താണ് സക്സസ്? ഈ വിജയം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ചില ആളുകൾക്ക് വിജയം എന്ന് പറയുന്നത് ഇഷ്ടംമാതിരി പൈസ ഉള്ളതായിരിക്കാം, ചിലർക്ക് നല്ല ആരോഗ്യമായിരിക്കാം, ചിലർക്ക് ഇഷ്ടംമാതിരി സ്പെയർ ടൈം ആയിരിക്കാം, ചിലർക്ക് ടൂറ് പോകുന്നതായിരിക്കാം, ചിലർക്ക് വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കാം, ചിലർക്ക് എഫ് ഡിയുടെ റിസൾട്ട് നോക്കിയിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി അല്ല. ചില ക്യാരക്ടറിസ്റ്റിക്സ്, വിജയിച്ച ആളുകളുടെ സ്വഭാവം നോക്കുക, എന്നിട്ട് നമ്മൾ അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, നമ്മളും വിജയിക്കും.
പരാജയപ്പെട്ടവരെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ പരാജയപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എന്നും ചെയ്തിരിക്കുന്നത് കോപ്പി അടിക്കുക. നമ്മളെങ്ങനെ നടക്കാൻ പഠിച്ചേ? നമ്മൾ കൊച്ചു കുട്ടിയായിട്ട് കഴിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നടക്കണം, അനിയന്മാരും ചേട്ടന്മാരൊക്കെ നടക്കണം. സോ വി ഓൾസോ സ്റ്റാർട്ടഡ് വാക്കിംഗ്. നമ്മളെങ്ങനെ ഊണ് കഴിക്കാൻ പഠിച്ചേ? അവർ ചോറൊക്കെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി കഴിക്കണം, നമ്മളും കഴിക്കണം. നമ്മളെങ്ങനെ സ്കൂളിൽ പോയി? നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ സ്കൂളിൽ പോകണം, നമ്മൾ സ്കൂളിൽ പോകണം. വി ആർ ഓൾവേസ് ഡ്യൂപ്ലിക്കേറ്റിംഗ്. അത് നല്ല ആരോഗ്യ ഒരാളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, കാര്യം കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റു, 5:50 പുനർജനിയുടെ പ്രോജക്റ്റിൽ കയറി, ഹെൽത്ത് പ്രോജക്റ്റിൽ കയറി, 6-7 മണി വരെ എക്സസൈസ് ചെയ്തു, അത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞിട്ട് ഒരു ആൽക്കലിൻ ഡ്രിങ്ക് കുടിച്ചു, അത് കഴിഞ്ഞ് ഗോയിങ് ഫോർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഗോയിങ് ഫോർ ടെമ്പിൾ. ഒരു നല്ല ശീലമുള്ള ആളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് നോക്കിയേ, വി വിൽ ഓൾസോ ബിക്കം ഹെൽത്തി. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വിജയിക്കണമെങ്കിൽ വിജയിച്ച ആളുകളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ പറയും, നിങ്ങൾ ഓട്ടോബയോഗ്രഫി വായിക്കണം. ആരുടെ? വിജയിച്ച ആളുകളുടെ ഓട്ടോബയോഗ്രഫി വായിക്കണം. അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് അത് കയറും. അപ്പോൾ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. സോ സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഗോൾ. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇന്നോട്ട് ലെറ്റ് us റീഡ് ഗുഡ് ബുക്സ്, ലെറ്റ് us ലേൺ ഗുഡ് ബുക്സ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് കിട്ടാവുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാം, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവാം. ലെറ്റ് us ബി സക്സസ്ഫുൾ, ലെറ്റ് us ഡ്യൂപ്ലിക്കേറ്റ് സക്സസ്ഫുൾ പീപ്പിൾ. സക്സസ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി ഹെൽത്തി, യു ഷുഡ് ബി വെൽത്തി, യു ഷുഡ് ഹാവ് ടൈം, യു ഷുഡ് ഹാവ് ഗുഡ് ഹാബിറ്റ്സ്. നിങ്ങൾക്ക് നല്ല സ്വഭാവം വേണം, നല്ല ശീലങ്ങൾ വേണം, സന്തോഷമായിരിക്കണം. So wish you all the best. Have a wonderful day. I am Narayan Poti here. I am always with you to train you, give you any help to make you successful, because I believe in win-win situation. Wish you all the best. Have a wonderful day. Thank you.